ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് നോമ്പ് 11ാമത്തെ നോമ്പിൻ്റെ വിശേഷമാണ്. ഇന്നിപ്പോൾ ഇതാ വീട്ടിൽ നോമ്പ് തുറയാണ്. അപ്പോൾ അതിന് പോയിക്കാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ്. ഇന്ന് ഫുള്ള് വീഡിയോ എടുത്തതൊക്കെ എൻ്റെ താത്താൻ്റെ കുട്ടികളാണ്. എനിക്കതിന് ടൈം കിട്ടിയിട്ടില്ല. ഞങ്ങളെല്ലാവരും കൂടി എല്ലാം റെഡിയാക്കി. ഞാൻ രാവിലെ പോയി, ഇക്ക പിന്നെ വൈകിട്ടാണ് വന്നത്. അവിടെ ബിരിയാണി, പിന്നെ എന്താണ് എനിക്ക് ഉമ്മ എന്തോ തരി എന്തോ ഉണ്ടാക്കി, തരി കാച്ചിൽ അങ്ങനെ എന്തോ ഉണ്ടാക്കി. പിന്നെ എന്താണ് പൊക്കവട, പഴംപൊരി, വെള്ളം, ജ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി അടിപൊളിയാക്കി. ഉമ്മ അതാ അവിടെ തരി കാച്ചണം എന്തോ വെള്ളത്തിൽ, എനിക്ക് കറക്റ്റായിട്ട് കണ്ടില്ല. വെള്ളം തിളപ്പിച്ചു, സേമിയ ഇട്ടു, പിന്നെ റവ കുട്ടി, പാലൊഴിച്ചു, പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ റെഡിയാക്കി. പിന്നെ ബിരിയാണി നമ്മുടെ മറ്റേ ബിരിയാണി, എൻ്റെ താത്താൻ്റെ ബിരിയാണി, എന്താണ് റാവത്തർ ബിരിയാണി താത്ത ഉണ്ടാക്കുന്നത്, അവൾ ഏറ്റെടുക്കും. പിന്നെ അത് അമ്മ ഉണ്ടാക്കുന്നുണ്ട്. വീഡിയോ ഒക്കെ താത്താൻ്റെ കുട്ടി എടുക്കണം. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ജ്യൂസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും അങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ നോക്കുന്നുണ്ട്. കാര്യമായിട്ട് പണിയില്ല, കാരണം വീട്ടിലാണല്ലോ. ഇവിടെ ആകുമ്പോഴാണല്ലോ നോമ്പ് തുറക്കാൻ ഇങ്ങനെ പൊരിയുക കിടന്നിട്ട് ഓരോന്ന് ഒറ്റയ്ക്കാകുമ്പോൾ. അവിടെ പിന്നെ അങ്ങനത്തെ ആ പരിപാടി ഇല്ലല്ലോ. ഞങ്ങൾ പായസത്തിൻ്റെ എല്ലാവരും മാറി മാറി ഇളക്കിക്കൊണ്ടിരിക്കും. ഓരോരുത്തരും ഓരോ പണിയല്ല. അപ്പോൾ ആരാ അതിൻ്റെ അടുത്തേക്ക് എത്തുന്നത്, അപ്പോൾ അവരിങ്ങനെ ഇളക്കുന്നുണ്ട്. കാരണം പെട്ടെന്ന് അത് അടി പിടിക്കുമല്ലോ, കരിയും. ഇളക്കിയില്ല പറഞ്ഞാൽ അത് റെഡിയായി കിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മൾ കൈവിടാണ്ട് ഇളക്കുമല്ലോ, സേമിയ പായസമൊക്കെ ഉണ്ടാക്കണ പോലെ. റവയല്ലേ, കട്ട പിടിക്കുമല്ലോ, റവ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ അടുത്ത് വരുന്ന അവരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഉമ്മാൻ്റെ ഉരുളി അതൊക്കെ ഗ്യാസിലാണ് വെക്കണം കേട്ടോ. പിന്നെ ഉമ്മ ബീഫൊക്കെ വെച്ചു. നോമ്പ് പെട്ടെന്ന് 6:30 ആകുമ്പോഴേക്കും വാങ്ങി കൊടുക്കുമല്ലോ, അപ്പോഴേക്കും എല്ലാം റെഡി ആവണ്ടേ. പിന്നെ നിങ്ങളുടെ അവിടെയൊക്കെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ വീട്ടിൽ നോമ്പ് തുറ വിശേഷം എന്നിട്ടത് ഇന്നലത്തെയാണ്. ഞാൻ പിന്നെ നൈറ്റ് തന്നെ വീട്ടിലേക്ക് വന്നു കേട്ടോ. ഇക്ക വന്ന് നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് 10 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. ഇനിയിപ്പോൾ പെരുന്നാൾക്ക് ഇൻഷാ അല്ലാഹ് പോകണം. അങ്ങനെ അതാ പായസം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും. പായസമല്ല, ഇതിന് തരി കാച്ചിൽ എന്നാണ് പറയുക കേട്ടോ. അവിടെ ഞങ്ങളുടെ അവിടെയൊക്കെ തരി കാച്ചിൽ എന്നാണ് പറയുക. നിങ്ങളുടെ അവിടെ എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞങ്ങളിതിനെ തരി കാച്ചിൽ എന്നാണ് പറയൽ. പിന്നെ അതാ തരിയൊക്കെ കാച്ചി അതവിടെ റെഡിയാക്കി എടുത്തു കേട്ടോ. കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണ്ട. അപ്പോൾ കുറുകി അതൊരു അതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, ആ ലെവലിൽ വരണം കേട്ടോ. പിന്നെ ഇതിന് ഒന്നും കൂടി കുറുകും. അങ്ങനെ നിങ്ങൾക്ക് കുറുകണമെന്ന് തോന്നുന്നെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അപ്പോഴേക്കും നമ്മുടെ അതാ ബിരിയാണി അവിടെ അതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. താത്ത സെറ്റ് ആക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് അവിടെ ഇറച്ചിയൊക്കെ കൂട്ടി തൈര് ഉപ്പൊക്കെ ഇട്ട് മസാലയൊക്കെ കൂട്ടി അറിയാം. ഡീറ്റെയിൽ വീഡിയോസൊക്കെ എൻ്റെ ഷോർട്സിലും വീഡിയോസിലൊക്കെ ഉണ്ട്, കണ്ടോളൂ. പിന്നെ അതാ പത്തിരി വേണ്ട വെച്ച്. ബിരിയാണി ആകുമ്പോൾ എല്ലാവരും കഴിക്കും, കുറേശ്ശെ കഴിക്കുമല്ലോ. പത്തിരി ഉണ്ടാക്കണേ കുഴപ്പമൊന്നുമില്ലല്ലോ, പക്ഷേ എല്ലാവരും കൂടി ആകുമ്പോൾ കഴിയും. പക്ഷെ ഉണ്ടാക്കിയില്ല. ബിരിയാണി മതിയെന്ന് ഞങ്ങളെല്ലാവരും ഒരു അഭിപ്രായം ഇട്ടപ്പോൾ പിന്നെ അത് ബിരിയാണി ആക്കി കേട്ടോ. കുറേ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ എന്താ കാര്യം, ഏതെങ്കിലും ഒന്നിനെ കുറച്ച് തന്നെ കഴിക്കുകയുള്ളൂ. പിന്നെ ഇപ്പോൾ എന്താ, ഇപ്പോൾ ഉണ്ടാക്കണം നല്ല രീതിയിൽ ഉണ്ടാക്കുമല്ലോ എന്നിട്ട് അങ്ങനെ ഉണ്ടാക്കി കേട്ടോ. പിന്നെ അതൊക്കെ റെഡിയായപ്പോൾ താത്ത അതായിരിക്കും ഇറച്ചിയൊക്കെ കുട്ടി അത് വെള്ളം ഇളക്കി റെഡിയാക്കി. പിന്നെ വെള്ളം ഒഴിച്ച് പിന്നെ അരിയിട്ട് ദമ്മിടലേ ഇട്ടുള്ളൂ. നല്ല രസമാണ്. ഈ ഇറച്ചി ഇതിൽ കടന്ന് ഉടഞ്ഞ് ചോറും ഇറച്ചിയും കൂടി സെറ്റ് ആകുമ്പോഴാണ് അടിപൊളിയായിരിക്കും കേട്ടോ. ചോറ് കണ്ടോ, വെള്ളമൊക്കെ ഒഴിച്ചത് വെള്ളം റെഡിയാക്കി ഇത് അരിയൊക്കെ കൊട്ടി കണ്ടോ, നമ്മുടെ ജീരകശാല അരിയൊക്കെ നല്ല കൊട്ടി റെഡിയാക്കി. അപ്പോഴേക്കും ഞാൻ അപ്പുറത്തതാ പഴംപൊരിക്കുള്ള പഴമൊക്കെ അരിഞ്ഞ് വെച്ചു. പഴംപൊരി അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ട്രിപ്പായി ഉണ്ടാക്കി. പിന്നെ പൊക്കവട ഉണ്ടാക്കി, ഉള്ളി ഇട്ടൊരു പൊക്കവട, ഉള്ളിയും ചിക്കനും ഇട്ടു കേട്ടോ. അതിൽ ചിക്കനും ഇട്ടിട്ടൊക്കെ മിക്സ് ചെയ്തൊരു പൊക്കവട ഉണ്ടാക്കി. പിന്നെ അതാ നോമ്പ് തുറക്കാനായി എല്ലാവരും വന്നു. അളിയന്മാരും താത്താരും എല്ലാവരും വന്നു. ഒക്കെ ടേബിളിൽ കൊണ്ടുപോയി വെച്ചു. എല്ലാം നോമ്പ് തുറക്കാനും പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ചോറൊക്കെ വെച്ച് കളിച്ച് ചിരിച്ച് നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും പിരിഞ്ഞു. എല്ലാവർക്കും സ്കൂളല്ലേ, എല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം സ്കൂളല്ലേ, അപ്പോൾ എല്ലാവരും പോയിട്ടാ. ഉണ്ടോ, ബിരിയാണി ഉണ്ടാവും. ഇറച്ചി ഉടഞ്ഞാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും നോമ്പ് തുറന്നതിന് ബിരിയാണിയൊക്കെ കഴിച്ചു. എല്ലാം റാഹത്തായിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബായ്.